ഹലോ, മുമ്പ് നമ്മളൊരു വാട്ടർ ഈറ്റിംഗ് ഡേയുടെ വീഡിയോ ചെയ്തായിരുന്നു. അതിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ചൈന പുട്ടും ബീഫും പപ്പടമാണ് കഴിച്ചതെന്ന് പറഞ്ഞപ്പോൾ എന്താണ് ചൈന പുട്ടെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ റെസിപ്പി ആട്ടോ. വലിയ ബിൽഡപ്പ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സാധാ പുട്ടിനൊക്കെ പൊടി നനച്ചെടുക്കുന്ന പോലെ ഇതുപോലെ നനച്ചെടുത്തതിന് ശേഷം എല്ലാം കൂടി ഇഡ്ഡലി തട്ടിലോട്ട് തട്ടിവിടാം. ആവശ്യത്തിനുള്ള തേങ്ങയും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് അടച്ചു വെച്ചിട്ട് ഒന്നിച്ച് ആവി കയറ്റി ഇറക്കിയ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാധാ പുട്ടൊക്കെ റെഡിയാക്കി എടുക്കുന്ന പോലെ തന്നെയാണ്. പിന്നെ ഇത്തിരിയും കൂടി സിമ്പിളായിട്ട് ഇഡ്ഡലി തട്ടിൽ റെഡിയാക്കി എടുത്തതേ ഉള്ളൂ. ഇതെന്നെ പോലെയുള്ള മടിയന്മാർക്കും മടിച്ചുകൾക്കൊക്കെ വേണ്ടിയിട്ട് സമർപ്പിക്കുന്നു. പിന്നെ പുട്ടിൻ്റെ ഒരു ഷേപ്പില്ലെന്നേ ഉള്ളൂ. പിന്നെ പുട്ട് കഴിക്കുമ്പോൾ നമ്മൾ പൊടിച്ചിട്ടല്ലേ കഴിക്കുന്നത്. അത് ഇത്തിരിയും കൂടി സിമ്പിളായിട്ട് നമ്മൾ തന്നെ പൊടിച്ചു തന്നേ ഉള്ളൂ. ഇനി ഇഷ്ടമുള്ള കറികളൊക്കെ കൂട്ടി കഴിക്കാം. വിത്തൊരു കട്ടൻ ചായയും കൂടി എടുത്തോളുന്നേ. പിന്നെ ചൈന പുട്ട് എന്നുള്ള പേരെങ്ങനെ വന്നെന്ന് വെച്ചാൽ എങ്ങനെയും വന്നതല്ല, നമ്മളെ വീട്ടുകാരായിട്ട് തന്നതാ. ഞാൻ മടിയുള്ള ദിവസം ഇടയ്ക്കിടയ്ക്ക് റെഡിയാക്കി എടുക്കുമ്പോൾ അവരായിട്ട് ചോദിക്കുന്നതാ, ഇന്ന് ചൈന പുട്ടല്ലേന്ന്. എന്ത് പുട്ടായാലും എന്താ, സംഭവം അടിപൊളിയല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാ.